Hi friends, welcome to my channel. ഇന്ന് ഞാൻ ഇവിടെ ജീര കഞ്ഞിയും കടല മസാലയുമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ജീര കഞ്ഞിന്നും നോമ്പ് കഞ്ഞി എന്നൊക്കെ പറയും. ഇത് ഇഫ്താർ ടൈമിലാണല്ലോ ഇത് കൂടുതലായി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നോമ്പ് കഞ്ഞിന്നും പറയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കഞ്ഞിയുടെ കൂടെ കടല മസാലയാണ് നല്ലൊരു ടേസ്റ്റിയായി നല്ലൊരു കോമ്പിനേഷനായി എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ജീര കഞ്ഞിയും കടല മസാലയുമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ കടല മസാല തയ്യാറാക്കാനായി ഞാനിത് രാത്രി കുതിർത്ത് വെച്ച കടലയാണ്. ഇതിനെ ഞാനിപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് കടല മസാല തയ്യാറാക്കാനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വേജ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് 4 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സവാള ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ കടല ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 6 വിസിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ സവാള ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മിക്സറിൽ അരച്ചെടുക്കാം. ഇപ്പം ഞാനിതാ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളി ചെറിയ സൈസായി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ തക്കാളീനെ നല്ലതുപോലെ ഉടച്ചെടുക്കണം. നല്ലതുപോലെ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരടപ്പ് വെച്ച് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചോല മസാല ചേർത്ത് കൊടുക്കാം. ചോല മസാല ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇറച്ചി മസാല ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 20-25 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കടല മസാല തയ്യാറായി. ഇനി നമുക്ക് ജീര കഞ്ഞി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ജീര കഞ്ഞി തയ്യാറാക്കിയെടുക്കുന്നത്. ജീര കഞ്ഞി തയ്യാറാക്കാനായി 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 പിടി പയർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ അരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കഷ്ണം സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ജീര കഞ്ഞി വെന്ത് വരുന്ന നേരം കൊണ്ട് തേങ്ങാപ്പാൽ എടുക്കാം. 1 മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പം ഇതാ കഞ്ഞി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ജീര കഞ്ഞിയും കടല മസാലയൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്തേക്കണേ.
ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുമ്പോഴേക്കും ബൈ.